Hi friends, welcome to Recipes Recooked. ഇനി നമുക്ക് ഈസി ആയിട്ട് നല്ല ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള റോൾ സമോസ തയ്യാറാക്കാം. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സമോസ ഷീറ്റിന് ആവശ്യമായിട്ടുള്ള മാവ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഒരു മിക്സിംഗ് ബൗളിലോട്ട് 1 കപ്പ് മൈദയും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് ചപ്പാത്തി മാവൊക്കെ തയ്യാറാക്കി എടുക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. മൈദയ്ക്ക് പകരം ഗോതമ്പ് മാവ് എടുത്താലും മതി. ആവശ്യത്തിന് വെള്ളം കുറച്ച് ചേർത്ത് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഞാനിവിടെ 1/3 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ചപ്പാത്തി മാവൊക്കെ തയ്യാറാക്കി എടുക്കുന്നത് പോലെ തന്നെ ഒരു മീഡിയം ടൈറ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ സമോസ ഷീറ്റ് തയ്യാറാക്കാനായിട്ടുള്ള മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ എണ്ണ ഒന്ന് തടവിയിട്ട് റസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഈ മാവ് റസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സമോസയ്ക്കുള്ള ഫില്ലിംഗ് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു ബൗളിലോട്ട് 2 വേവിച്ച ഉരുളക്കിഴങ്ങ് എടുക്കാം. ഉരുളക്കിഴങ്ങ് ഒന്നില്ലെങ്കിൽ നല്ല ഫൈൻ ആയിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു മാഷർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം. വലിയ പീസ് ഒന്നും ഉണ്ടാവാതെ നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കണം. ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസ് സവോള നല്ല ഫൈൻ ആയിട്ട് അരിഞ്ഞു ചേർക്കാം. 1 കപ്പ് ഗ്രേറ്റഡ് പനീർ ചേർക്കാം. പനീർ ഓപ്ഷണൽ ആണ്, കയ്യിലുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ മല്ലിയില ചേർക്കാം. ഇനി ഓരോന്നായിട്ട് മസാലപ്പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്. ജീരകം ലൈറ്റ് ആയിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് വേണം പൊടിച്ചു ചേർക്കാനായിട്ട്. ഇനി ഈ ഫ്ലേവർ താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. 1 ടീസ്പൂൺ മുളക് പൊടി എരിവിന്റെ താല്പര്യം പോലെ ചേർത്താൽ മതി. 1/2 ടീസ്പൂൺ ഡ്രൈ മാംഗോ പൗഡർ. ഇനി ഡ്രൈ മാംഗോ പൗഡർ ഇല്ലെങ്കിൽ ഒരു പകുതി നാരങ്ങ നീര് ചേർത്താലും മതി. ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/4 കപ്പ് ബ്രെഡ് ക്രംസ്, 1/4 കപ്പ് കോൺഫ്ലവർ. ഇനി ഇത് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഷേപ്പ് ചെയ്യാൻ പറ്റുന്ന പരുവത്തിൽ ആക്കിയെടുക്കണം. കോൺഫ്ലവറും ബ്രെഡ് ക്രംസും നമ്മൾ ബൈൻഡിങ് ഏജന്റ് ആയിട്ടാണ് ചേർക്കുന്നത്. ഇനി കോൺഫ്ലവർ ഇല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ബ്രെഡ് ക്രംസ് ചേർത്താൽ മതി, അല്ലെങ്കിൽ കോൺഫ്ലവറിന് പകരമായിട്ട് അരിപ്പൊടി ചേർത്താലും മതി. അതുപോലെ ബ്രെഡ് ക്രംസ് ചേർക്കുമ്പോൾ ഒന്ന് ലൈറ്റ് ആയിട്ട് റോസ്റ്റ് ചെയ്തിട്ട് ചേർക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. ഇനി ഇത് താല്പര്യം പോലെ ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഓരോന്നും ഓരോ ചെറിയ റോളുകളായിട്ടാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ചും കൂടെ ബ്രെഡ് ക്രംസ് ചേർത്താൽ മതി. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള മസാലയും ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ദാ എല്ലാ മസാലയും ഇവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സമോസ ഷീറ്റ് തയ്യാറാക്കാം.
അപ്പോൾ നമ്മൾ മാവ് ഇവിടെ ഒരു മീഡിയം ടൈറ്റ് കൺസിസ്റ്റൻസിയിലാണ് കുഴച്ച് വെച്ചിരിക്കുന്നത്. ഇനി ഇത് രണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ഒരു ഭാഗം നമുക്ക് പരത്തിയെടുക്കാം. മാവ് തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒത്തിരി അങ്ങ് ടൈറ്റ് ആയിട്ടും കുഴച്ചെടുക്കണ്ട, എന്നാൽ ഒത്തിരി ലൂസായും പോവരുത്. ഇനി ഇത് യൂണിഫോം തിക്നെസ്സിൽ നല്ല നൈസായിട്ട് പരത്തിയെടുക്കണം. സൈഡ്സ് ഒക്കെ നല്ല ഈവൻ ആയിട്ട് തന്നെ പരത്തിയെടുക്കാം. സെന്റർ പോർഷനും എഡ്ജസും ഒക്കെ ഒരുപോലെ ഈവൻ ആയിട്ട് നല്ല നൈസായിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ ഇതാ യൂണിഫോം തിക്നെസ്സിൽ നല്ല നൈസായിട്ട് സമോസ ഷീറ്റ് ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ, ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന റോൾസ്, അതിന്റെ സൈസിൽ മുറിച്ചെടുക്കാം. ഞാനിവിടെ ഒരു പേസ്ട്രി കട്ടർ ഉപയോഗിച്ചാണ് മുറിച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഒരു പിസ്സ കട്ടർ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു നൈഫ് യൂസ് ചെയ്തിട്ടോ മുറിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഈ സൈഡ്സ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഈ റിമൂവ് ചെയ്ത സൈഡ്സ് ഒന്നും കളയണ്ട, അതും നമുക്ക് യൂസ് ചെയ്യാം. ഇനി സമോസ സീൽ ചെയ്യാനായിട്ട് ഒരു പേസ്റ്റ് തയ്യാറാക്കണം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ മൈദയും 3 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് നല്ല തിക്കായിട്ടൊരു പേസ്റ്റ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ദാ സമോസ സീൽ ചെയ്യാനായിട്ടുള്ള പേസ്റ്റും തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ റോളും സമോസ ഷീറ്റിൽ വെച്ച് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് എഡ്ജ് നമുക്ക് ഇതുപോലെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പേസ്റ്റ് യൂസ് ചെയ്തിട്ടൊന്ന് സീൽ ചെയ്ത് കൊടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സീൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ ഓരോ റോളും സമോസ ഷീറ്റിൽ വെച്ച് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ സീൽ ചെയ്തെടുക്കാം. ഇതുപോലെ തയ്യാറാക്കി വെക്കുന്ന സമോസ റോൾസ് നമുക്ക് ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്തിട്ട് ഒരാഴ്ച വരെ യൂസ് ചെയ്യാം. ഇനി ഇത് ഓരോന്നായിട്ട് ഒരു മീഡിയം ചൂടുള്ള എണ്ണയിലിട്ട് ഗോൾഡൻ കളർ ആകുന്നത് വരെ വറുത്തെടുക്കാം. അപ്പോൾ ദാ നമ്മുടെ റോൾ സമോസ നല്ല ക്രിസ്പി ആൻഡ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ റോൾ സമോസ നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് മേടിക്കുന്ന സമോസ ഷീറ്റിൽ തയ്യാറാക്കുന്നത് പോലെ തന്നെ നല്ല ക്രിസ്പിയും ഫ്ലേക്കി ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല പെർഫെക്റ്റ് ആയിരുന്നു. ഈ റോൾ സമോസ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ റോൾ സമോസ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു വ്ളോഗിലൂടെ മറ്റൊരു റെസിപ്പിയുമായി കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് റെസിപ്പീസ് റീകുക്ക്ഡ്.